ഇത് റബീഉൽ അവ്വലിൽ മാത്രം റബീഉൽ അവ്വൽ കഴിഞ്ഞ അപ്പൊ ഈ റബീഉൽ അവ്വൽ തീരുന്ന വരെ വേഗം വന്നോളി. കസ്റ്റമറെ താല്പര്യം എന്താണോ അതിന് പറഞ്ഞു കൊടുത്താൽ മതി. അതെ അതെ. ഇത് ഈ കാര്യത്തില് തൊപ്പിയുടെ കാര്യം പറയാം. ഇത് എവിടെ ഈ കട ഉള്ളത്? ഇത് വണ്ടൂര്. ഇത് വണ്ടൂരിന്റെ അങ്ങനെ പരാതി ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടില്ല. വണ്ടൂർ അങ്ങാടി തന്നെ മണൽ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. മണൽ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ വൈക്കടവുന്നൊക്കെ ഉസ്താമാര് വരലുണ്ട്. നേരെ അവിടുന്ന് കയറിയിട്ട് ഇവിടെ ഇറങ്ങുക. അവിടുന്ന് നോക്കിയാല് കാണും നമ്മുടെ കടന്റെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓർമ്മ ഉണ്ടോ? അടിപൊളിയുള്ള കണ്ടിട്ട് കൊറേ കാലമായല്ലോ. അന്ന് അടിച്ചു പോയതാ, പിന്നെ വന്നിട്ടില്ല. ഞങ്ങളോട് പിന്നെ വരും പറഞ്ഞില്ലേ? എന്താ വട്ടം? നമുക്ക് വേറൊരു ആവശ്യം ഉണ്ട്. ഞാൻ റബീഉൽ അവ്വലാണ്. ഉസ്താമാർക്കൊക്കെ തോപ്പ് ആവശ്യമുള്ള ടൈമാണ്. പണി കൊണ്ടുവന്നതാ? പണി കൊണ്ടുവന്ന് തന്നെയാണ്. പണി എന്റെ അടുത്തുണ്ട്. അടക്കട്ടെ, ഇതൊക്കെ കാണിച്ചു നിങ്ങള്. അന്നുള്ള എല്ലാ ഐറ്റംസും ഇപ്പോഴും ഉണ്ടോ? ഐറ്റംസ് കൂടുതലല്ലേ? പുതിയ ഐറ്റംസുകളൊക്കെ പുതിയ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ പറഞ്ഞ കുറെ കൂട്ടിയിട്ടേക്കണത്? ഇത് നമ്മളെ ഉസ്താമാർക്ക് ഉസ്താമാർക്ക് അടിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് പരിപാടി വരുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ദിവസം വന്ന് കുട്ടികളെ വന്ന് ഇതൊക്കെ കൊടുക്കാനുള്ളതായിരിക്കും. നമ്മള് പിന്നെ പഴയ പണയമ്പലത്തെ കുട്ടികൾക്കുള്ളതാണ്. ഇത് കാരാട്, നമ്മളെ കാരാടുള്ള കുട്ടികൾക്കുള്ള. നമുക്ക് വേഗം വിഷയത്തിലേക്ക് വരാം. കുറെ സമയം നീട്ടി കളയാനൊന്നുമില്ല. ഇത് റബീഉൽ അവ്വലാണ്. ഉസ്താമാർക്കൊക്കെ തോപ്പ് ആവശ്യമുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നാൽ എന്ത് ഓഫർ കൊടുക്കും നിങ്ങൾ? അതൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. ഓഫർ നമുക്ക് മോശമാക്കാതെ ചെയ്യാം. നമുക്ക് എന്നാലും നിങ്ങൾ പറയാം. അങ്ങനെ ആളെ ഇതാക്കില്ല. നിങ്ങൾ വിഷയം പറയുന്നത് കാര്യം വ്യക്തമായിട്ട് പറയും. നമുക്ക് പിന്നെ തോപ്പ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഐറ്റംസ് വൈറ്റുകളിലൊക്കെ വരികയാണെങ്കിൽ നല്ല ഐറ്റംസ് തുണികളാണല്ലോ. ഇത് പിന്നെ ലക്സസ്, നൂറ്, ദുബായ്, തൂഫാന്, കുർബാനി, റിസാസി, അങ്ങനെയുള്ള എല്ലാ തുണികളും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റണ വെച്ചാല് ഇത് പിന്നെ ടൈലറിങ് അടക്കം നമുക്ക് ഒരു, അതായത് ഒരു ഉസ്താദിനിക്ക് ഇവിടെ വന്നാല് എല്ലാം ഇവിടെ കൊണ്ട് തീരണം. തുണി ഇവിടുന്ന് വാങ്ങാ, അടി അവിടെ പോയിട്ട് ഇവിടെ. അപ്പൊ എത്ര മാക്സിമം ഡ്രസ് നമ്മൾ ചെയ്യണത് ഒരു 1600 1700 അടിച്ചു കൊടുക്കണത്. ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1,100 ചെയ്യാം. മാറൂലല്ലോ? വൈറ്റിൽ കിട്ടോ? കളറിലില്ല. 1,100 ഇവിടെ വന്നു കഴിഞ്ഞാല് കിട്ടും. സ്റ്റിച്ച് ചെയ്ത് പോവാ. സ്റ്റിച്ചൊക്കെ ഈ ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇത് ഇവിടെ അടിച്ചതാണ് നിങ്ങള്. നമുക്ക് അന്തസ്സോടെ പോകാൻ പറ്റും. ഇത് റബീഉൽ അവ്വലിൽ മാത്രം. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അപ്പൊ ഈ റബീഉൽ അവ്വൽ തീരുന്ന വരെ വേഗം വന്നോളി. 1100 രൂപക്ക് നല്ല ഉണ്ടാവും. ഏത് കൊടുക്കാം, ഇന്ന കണക്കൊന്നുമില്ല. ഏത് ഐറ്റം തുണി എടുത്താലും മാഷാ അല്ലാഹ് ഏറ്റവും നല്ല ഓഫറാണ്, അവസരമാണ്. വേഗം വന്നോളി ഇങ്ങോട്ട്. എത്ര പറയാനുള്ളൂ. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇതിപ്പോ പുതിയ വന്നതാണ്. നമ്മള് അന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെത്തില്ല, സ്റ്റോക്ക് ഇല്ലായിരുന്നു. തൊപ്പിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. തൊപ്പി നമ്മള് തലക്കെട്ട് ഇങ്ങനെ മോഡലാക്കിയിട്ട് സിംഗിൾ ലെയർ, അതേമാതിരി ഡബിൾ ലെയർ, പിന്നെ ട്രിപ്പിൾ ലെയർ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഐറ്റംസ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. നമ്മള് ഇഷ്ടപ്പെട്ട തുണി സെലക്ട് ചെയ്യുകയാണെങ്കിൽ തൊപ്പിയിൽ ചെയ്ത് കൊടുക്കാം. അളവ് ഏത് അളവ് വേണ്ടിച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. അളവ് ഇപ്പൊ നേരെ മുബാറക്ക വെക്കാറെന്നാൽ അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കാം. അല്ലേ? അപ്പൊ ഒരു കസ്റ്റമറെ താല്പര്യം എന്താണോ അതിന് പറഞ്ഞു കൊടുത്താൽ മതി. അതെ അതെ. ഇത് ഈ കാര്യത്തില് തൊപ്പിന്റെ കാര്യത്തില് അതേമാതിരി തോപ്പിന്റെ കാര്യത്തില് നമ്മള് അത് 100% അല്ലേ? ഇതുവരെ ഉസ്താമാരെ ഒരു ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ നല്ല റേറ്റ് തന്നെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. ഈ കാണൊക്കെ എന്താ അന്നുള്ള മാറി റെഡിമെയ്ഡ് നമുക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രസ്സ് വേണം, അടിക്കാനുള്ള ടൈമില്ല, ഇവിടെ വന്നാ മതി. ഏത് ഐറ്റംസ് ഉള്ള തോപ്പും ഇവിടെ അടിച്ചു വെച്ചേ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും. തോപ്പ് ഇപ്പൊ അധികം പഴയമാർക്ക് 15 ദിവസം 20 ദിവസം ഒന്നുമില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അളവെടുത്ത് എന്താ പരിപാടി? നമ്മളുടെ യൂണിറ്റ് സെറ്റപ്പ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവിധ സെറ്റപ്പും ഒരു ഉസ്താമാർക്ക് 2-3 ദിവസം കൊണ്ട് നമുക്ക് തോപ്പ് കൊടുക്കാം. റെഡി ആയിട്ട് 3 ദിവസം കൊണ്ട് മാക്സിമം കൊടുക്കാം. അത് പറയണ്ട, പറഞ്ഞു കൊടുക്കരുതിട്ടോ. നമുക്ക് അതിനുള്ള ഗ്യാരണ്ടിയാണ്, അതിനുള്ള സെറ്റപ്പ് നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കേട്ടല്ലോ നിങ്ങള്? 3 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ, ഇഷ്ടപ്പെട്ട തുണി എടുത്ത്
1/100 ഈ റബിയവൽ കഴിഞ്ഞ അത് മറന്നിട്ടില്ലല്ലോ. വൈറ്റിലിട്ടോ, കളറിലില്ല. കളറിൽ എന്ത് ഓഫർ ഉണ്ട് നമുക്ക്? കളറിന് ഓഫർ റയറാണ്, എല്ലാവരും അടിക്കൂല കളർ. ഉസ്താദ്മാരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ തീർച്ചയായിട്ടും ഉസ്താദ്മാര് കളർ അധികം അങ്ങനെ ഇടൂല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. വൈറ്റ് അല്ലേ ഉള്ളൂ, ഉസ്താദ്മാർക്ക് ആവശ്യമുള്ള ഇതാണ്, വൈറ്റ് ആണ്. അത് എന്തായാലും ഇപ്പൊ കളർ ഇടാൻ തുടങ്ങിയപ്പോഴേ കാലം മാറിയിക്കൂടെ. ഉസ്താദ്മാർ എന്തെങ്കിലും വൈറ്റിൽ നിന്ന് വിട്ട് കളർക്ക് വരുന്നുണ്ട്. ബുദ്ധിമുട്ടാവാത്ത രൂപത്തില് നല്ല ഓഫർ ഉണ്ടാവും. വേറെ എന്തൊക്കെ അത്തറ്, തസ്ബീമാല, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളും എല്ലാവരും കുടക്കീഴിലാണ്, എല്ലതും ഉണ്ട് അല്ലെ. ഇവിടെ ഈ കടയിലേക്ക് വന്നാ മതി. അതെ അതെ, വന്നാൽ മതി. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, ഈ കടയിലേക്ക് ഒന്ന് വന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്, അതും മാന്യമായ വിലയില്. അതെ, മാക്കാനല്ലേ ഒരു പ്രാവശ്യം വന്നാൽ മതി, പിന്നെ വീണ്ടും ഞാൻ വന്നു. രണ്ടാമത്തെ വരവാണ്. അതേമാതിരി എല്ലാ കസ്റ്റമറും എല്ലാ ഉസ്താദ്മാരും വരുന്നുണ്ട്. നമ്മളിത് ഇപ്പൊ ഉസ്താദ്മാർക്ക് പെട്ടെന്ന് എന്നോട് കുറെ ആൾ വിളിച്ചിരുന്നു കേട്ടോ, എന്ത് അവിടെ പോയി വാങ്ങിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സന്തോഷം തന്നെയാണ്. നിങ്ങളാ വീടിന്റെ കമന്റ് തന്നെ നോക്കിയാൽ കുറെ ആളുകൾ കമന്റ് അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത്തറുണ്ടല്ലോ അല്ലെ, അത്ര എല്ലാ ഐറ്റംസും ഉണ്ട്. അത്ര പിന്നെ നമ്മള് റെഗുലർ ആയിട്ട് മാർക്കറ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അന്ന് പേനൊക്കെ ഉണ്ടായിരുന്നല്ലോ, പേന കൂടുതലായിട്ടുണ്ട്. പേനുണ്ട്, കഫ്ലിംഗ് ഒക്കെ ഒരുപാട് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. കഫ്ലിംഗ് ഉണ്ട്, പേനുണ്ട്, അതെല്ലാം. തസ്ബീമാല, അതാണ് പേന. കൗണ്ടർ അല്ലേ, ഇത് ടവല്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരുവിധ ഐറ്റംസ് 99% ഉസ്താദ്മാർക്കുള്ള എല്ലാ സംഭവം. ഇവിടെ വന്നുകാണ്ട് നിരാശപ്പെട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അല്ല, ഒരു കാര്യം പറയാം, ഇത് എവിടെ ഈ കട ഉള്ളത്? ഇത് വണ്ടൂര്. ഇത് വണ്ടൂരിന്റെ പരാതി ഉണ്ടായിരുന്നു, കട എവിടെ പറഞ്ഞിട്ടില്ല. വണ്ടൂർ അങ്ങാടി തന്നെ, മണൽ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്, മണൽ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ വൈക്കടവുന്നൊക്കെ ഉസ്താദ്മാര് വരലുണ്ട്, നേരെ അവിടുന്ന് കയറിയിട്ട് ഇവിടെ ഇറങ്ങുക. അവിടുന്ന് നോക്കിയാല് കാണും നമ്മുടെ കടന്റെ പേര് കാണും. ഇതൊക്കെ നിങ്ങൾ അടിക്കണ മോഡൽസ് ആണ് അല്ലേ? അതെ അതെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മോഡൽ. ഇതിപ്പോ പുതിയത് നമ്മളായിട്ട് ഇത് ഷേക്ക് മോഡൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആള് ഷേഖായി നിൽക്കുന്നുണ്ട് ഇവിടെ, ഷേഖുമാരൊക്കെ അടിക്കണതാണ്. ഇത് തെത്രീസ് ആണ് മെഷീൻ, സാധാ മെഷീൻ അല്ല. അതൊക്കെ നമ്മളെടുത്തുണ്ട് അല്ലേ? ഇതിപ്പോ സെയിം കളർ അടിച്ചുകൊണ്ടാണ് ഇത് കാണാത്തത്. ചില സ്ഥലങ്ങളിലൊക്കെ കളർ ഡാർക്ക് കളർ ആക്കിയിട്ട് നല്ല അങ്ങനെ പുതിയൊരു മോഡലായിട്ട് വേറിട്ട് കാണും. ഈ ഒരു മോഡൽ ഉണ്ട്, ഇങ്ങനെ ചെയിനൊക്കെ വെച്ചിട്ട് അതിന് സിബാണ് ഷിബ് വെച്ചിട്ട് അങ്ങനെ ഉള്ളിലാക്കിയിട്ട് വേറെ ഷിബ് ഉണ്ട്, ഉള്ളിൽ കാണാത്ത ഷിബും ഉണ്ട്. ചെയ്യാം. ഇതോ ഈ മോഡലോ? ഇത് പിന്നെ ഇതിന്റെ ആളൊന്ന് കാണണ്ട നമുക്ക്. ഇത് നമ്മള് സിതേരി ഉസ്താദ്മാരൊക്കെ യാത്ര പോകുമ്പോ യാത്ര പോകുമ്പോൾ ഇടാം. പിന്നെ ഈ ക്ലോത്ത് പിന്നെ യാത്രക്കാർ ഉപയോഗിക്കുന്ന ക്ലോത്താണ്. അതായത് ബൈക്കുമേലൊക്കെ പോകുമ്പോഴും സിയാറത്തിന് പോകുന്ന സമയത്തൊക്കെ ഈ ക്ലോത്ത് കൊണ്ടാണ് ഉസ്താദ്മാര് കാര്യമായിട്ട് അടിച്ചു പോകാറ്. പിന്നെ തണുപ്പുള്ള ഏരിയക്കൊക്കെ പോകണമെന്ന് വെച്ചാല് ഇതിട്ട് പോയാൽ കോട്ടിട്ട് കണ്ട് പോവാം. അത് നമ്മൾ അടിക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ സെപ്പറേറ്റ് ആണ്. ഇത് പിന്നെ ഏതാണ്? നമ്മൾ ഇന്നാള് കണ്ടിരുന്നു ഈ കഫ്ലിംഗ് മോഡല്. അത് പിന്നെ ഉണ്ട്, കഫ് കോളറും കഫും ഒക്കെ ആയിട്ട് ആ മോഡലുണ്ട്. ഇതിപ്പോ ഞാൻ ഈ അടിച്ച മോഡലാണിത്. അതെ, സെയിം മോഡൽ. ഇത് കയ്യിന് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ കഫില്ലാതെ. ഇതൊന്നും തന്നെ ഈ തുണി ഡാർക്ക് കളർ, ഉസ്താദ്മാർക്ക് കളറ് ചൊലയാവാതെ അങ്ങനത്തെ തുണി വേണം പറയുമ്പോ അങ്ങനെ. ഇത് പിന്നെ അല്ല, ഇതിന്റെ ഡിസൈൻ മാറ്റണ്ട്. ഇത് നമ്മളെ ഇമറാത്തി മോഡല്, ഇമറാത്തി മോഡലിൽ ബോളറൊക്കെ വെച്ചിട്ട് വേറൊരു മോഡലായിട്ട് അങ്ങനെ ചെയ്തു. എനിക്കിപ്പോ നല്ല തുണി തരണപ്പോ ഇതരേ നിങ്ങൾക്ക് വൈറ്റിലല്ലേ? ആ തുണി ഒന്ന് കാണിച്ചെടുക്കും ചെയ്യാലോ അല്ലേ? നീക്കി വെക്കല്ലേ? എനിക്ക് ഇതുപോലത്തെ തോപ്പ് അടിക്കണം. ഇത് ഇപ്പൊ പുതിയ വന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കളറ് നോക്കി, വൈറ്റ് ബ്ലൂ വൈറ്റ് ആണ്, നല്ല ബ്ലൂ വൈറ്റ് ആണ്. നിങ്ങളത് ഉള്ളത് ഇട്ടത് എല്ലാവരും നല്ല വൈറ്റ്, പുതിയ വൈറ്റ് തോന്നുന്നത്. എങ്ങനെയാലും കംപ്ലൈന്റ് പറയില്ല. എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള അത് നമുക്ക് വരെ നല്ലത്. ഈ റബീഉൽ അവ്വൽ തീരുന്ന വരെ അല്ലേ? അതായത് തുണി കുർബാനി അടിപൊളി തുണി, നല്ല ശരിയാണ്. അതേമാതിരി തൂഫാൻ ഉണ്ട്, ദുബായ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്.
അപ്പൊ ഇതിൽ നമുക്ക് അടിക്കാം. ഇതിലാവുമ്പോ ഒന്നും കൂടെ അടിച്ചാൽ നല്ല വൃത്തിയില്. അപ്പൊ എന്നാലും ഈ തുണിയിൽ എനിക്ക് ഇതുപോലത്തെ ഒരു കമ്മീസും അടിച്ചു തരണം. ഇൻഷാ അല്ലാഹ്. എന്നൊക്കെ കിട്ടും? റബീഉൽ എന്തായാലും കിട്ടുമല്ലോ. 3 ദിവസം കൊണ്ട് കിട്ടും. 3 ദിവസം കൊണ്ട് കിട്ടും അല്ലേ? ഇല്ല 2 ദിവസം കഴിഞ്ഞ് വന്നോളി. സംഭവം റെഡി. എന്നത് പുത്തനെ കുറിച്ചളി. ഇൻഷാ അല്ലാഹ്. അത് ഇത് മുറിക്കാം. നമ്മൾ നിങ്ങളെ അളവ് ഇവിടെ ഉണ്ട്. നിങ്ങളെ മൊബൈൽ നമ്പർ എന്താണ്? 90 48 69 22 52 അല്ലേ? അതെ, നിങ്ങളത് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ടല്ലോ. സൈനുദ്ദീൻ ഹസനി നമ്പർ 16. അളവ് ഇവിടെ ഉണ്ട്. സെയിം അളവ്, അതേ അളവില് നല്ല മാട്ടത്തില് അതേ അളവില്. പക്ഷെ ഇത് പിന്നെ കഫ് തുണിയിലാക്കണം അല്ലെ? ആ തുണിയിലാക്കണം. ക്യാൻവാസ് വേണ്ട, തുണിയിലാക്കണം. അത് ചെയ്യാം നമുക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ഓക്കെ കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. 2 ദിവസം കഴിഞ്ഞാല് റെഡി ആവും ഇൻഷാ അല്ലാഹ്. ഇനി ഇന്റെ വീഡിയോ കാണാട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ കാണുന്നവരോട് നിങ്ങൾ വരിക, കടയിൽ വരിക, ജസ്റ്റ് കട വിസിറ്റ് ചെയ്യുക. മാക്സിമം നോക്കാം. ഒന്നും അടിച്ചു നോക്കുക. തുണി നിങ്ങളത് പുറത്ത് തുണി കൊണ്ടുവന്നാലും അടിക്കും. ഇവിടുത്തെ തുണി തന്നെ വേണമെന്നൊന്നുമില്ല. അല്ലല്ല, നിങ്ങള് പുറത്തുനിന്ന് തുണി കൊണ്ടുവന്നാലും നിങ്ങളത് ഗിഫ്റ്റ് ഇട്ട് ചില കടകളിലൊക്കെ അങ്ങനെ ഉണ്ട്. പുറത്തുനിന്ന് തുണി കൊണ്ടു കണ്ട് അടിച്ചാൽ കൊണ്ട് ഇല്ല അടിക്കൂല അറിയാം. അങ്ങനെയൊക്കെ എല്ലാ കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് പുറത്തുനിന്ന് തുണി കൊണ്ടുവന്നാലും മാക്സിമം അടിച്ചു കൊടുക്കും. അല്ലാതെ അടിക്കും. അപ്പൊ ഇവിടെ ജസ്റ്റ് കട വിസിറ്റ് ചെയ്യുക. ഈ റബീഉൽ അവ്വലിന് ഒന്നടിച്ചു നോക്കുക. ഒന്നടിച്ചാൽ പിന്നെ ഒന്നടിച്ചാ പിന്നെ അടിച്ചോണ്ടേയിരിക്കും. അതെ, ഗ്യാരണ്ടി. ഇത് 2 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് 2 റെഡി ആക്കി വെക്കാം കേട്ടോ. എന്നാ ശരി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? ഓക്കെ, ഞാൻ പോട്ടെ. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡി ആക്കിയിട്ട് ഞാൻ വിളിക്കണ്ട്. റെഡി ആയി വിളിക്കാം. നമ്പർ ഉണ്ടല്ലോ അല്ലേ? നമ്പറുണ്ട്, അളവും കാര്യങ്ങളുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ശരി. ഓക്കെ, ശരി. പോയിട്ട്